രണ്ട് കാര്യം കൂടി. ഒന്ന്, ഈ മുതിർന്ന നേതാക്കളെ കണ്ടല്ലോ AICC നിരീക്ഷകർ, അവരുടെ അഭിപ്രായം ആർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് ഒന്ന്. രണ്ടാമത്തേത്, ഈ ഘടകകക്ഷികളെ കാണുകയാണ്. ലീഗ് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ലീഗ് തുടരാനല്ലേ സാധ്യത? ജോസഫ് പക്ഷേ കുറെ കൂടി അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘടകകക്ഷികളുടെ രണ്ട് ഘടകകക്ഷികളുടെയും നിലപാടുകൾ അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡിന് കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഘടകകക്ഷികളിൽ എല്ലാവരും തന്നെ അനൂപ് ജേക്കബിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയ സംശയം പറയുന്നത്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിലവിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി പറയുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്ന ആളുകളാണ്. അത് ലീഗ് മാത്രമാണ് അതൊരു പരസ്യമായി പറഞ്ഞത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടും അങ്ങനെ തന്നെയാണ്. അതായത് ഘടകകക്ഷികളിൽ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും പിന്തുണയ്ക്കുന്നത് VD സതീശനെയാണ്. ഒപ്പം RSP നിലപാട് VD സതീശന് അനുകൂലമാണ്. അങ്ങനെ ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായും VD സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടുണ്ട്. ഇന്നലെയും ഇന്നുമായി മുതിർന്ന നേതാക്കൾ, മുൻ PCC പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെയൊക്കെ പ്രതികരണം ഇവർ തേടിയിരുന്നു. അതിൽ K മുരളീധരനും VM സുധീരനും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൊതുവികാരം അങ്ങനെയാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. AK ആന്റണി പക്ഷേ കൃത്യമായൊരു നിലപാടൊന്നും എടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് 3 പേരും ആപ്റ്റാണ്. അത് മുൻ നിലപാട് എന്തായിരുന്നു? അതായത് MLA മാർ ഭൂരിഭാഗവും ആരെ പിന്തുണയ്ക്കുന്നു അന്നതനുസരിച്ച് തീരുമാനിക്കുക. ആ നിലപാട് തന്നെ, ആ നടപടി തന്നെ ഇപ്പോഴും തുടരട്ടെ എന്നൊരു നിലപാടാണ് AK ആന്റണി സ്വീകരിച്ചത്. K സുധാകരൻ പക്ഷേ കൃത്യമായി KC വേണുഗോപാലിന് വേണ്ടി നിലപാടെടുക്കുന്നു. KC വേണുഗോപാലിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല നേതാക്കളുടെയും പിന്തുണ തേടാൻ പോലും K സുധാകരൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇവിടെ രാവിലെ തന്നെ സുധാകരന്റെ KS ബ്രിഗേഡിൽപ്പെട്ട ചില ആളുകൾ സുധാകരന്റെയും KC വേണുഗോപാലിന്റെയും ഒന്നിച്ചുള്ള ചിത്രം വെച്ച വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുകയും കേരളം KC നയിക്കട്ടെ എന്ന പേരിൽ എഴുതിയ വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. ഒപ്പം മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മുല്ലപ്പള്ളിയെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് ആരായുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുല്ലപ്പള്ളിയും ഈ വിഷയത്തിൽ എന്താ നിലപാടെടുക്കുമെന്നത് കൃത്യവും വ്യക്തവുമല്ല. എന്തായാലും അങ്ങനെ ഭൂരിപക്ഷ നേതാക്കളുടെ, അതായത് നേതാക്കളുടെയും ഒപ്പം ഭൂരിപക്ഷ ഘടകകക്ഷികളുടെയും സപ്പോർട്ട് VDക്കുണ്ട്. പക്ഷേ MLA മാർ ആരെ സപ്പോർട്ട് ചെയ്തു, എത്ര പേരുടെ സപ്പോർട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരമില്ല. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും. തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പായി നേതാക്കളെ, ഈ 3 നേതാക്കളെയും KCയും VDയും RCയും ഡൽഹിക്ക് വിളിപ്പിക്കും. ഡൽഹിയിൽ വിളിപ്പിച്ച് 3 പേരുമായി സമവായത്തിലെത്തി ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക.